ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ദീപാവലി സ്പെഷ്യലായിട്ടൊരു സ്വീറ്റാണ്. ഇത് കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള സ്വീറ്റ്. ആത്തച്ചക്ക എന്ന് പറയും, അല്ലെങ്കിൽ സീതപ്പഴം എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു സ്വീറ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കാഷ്നട്ട് പൗഡർ വെച്ചിട്ടാണ് ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത്. കാഷ്നട്ട് ഒരു പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് വന്നു കഴിഞ്ഞാൽ അത് ചെറിയ തണുപ്പായിട്ടാണ് ഇരിക്കുന്നത് കാഷ്നട്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ നിറം ഒന്ന് മാറിപ്പോയത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തണുക്കണം. തണുത്ത ശേഷം അതൊന്ന് നല്ലതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാനത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ചൂടായിട്ടുണ്ട്, ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ അരിച്ചെടുത്ത കാഷ്നട്ടിൻ്റെ പൗഡറാണിത്. പിന്നീട് വെള്ളം വേണ്ടത് 1/3 കപ്പ് വെള്ളം വേണം. അതൊരു പാനിലേക്ക് ആ 1/3 കപ്പ് വെള്ളം ഒഴിക്കണം. പഞ്ചസാര വേണ്ടത് 1/2 കപ്പാണ്. ഇതിന് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളവും പഞ്ചസാരയും കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. അപ്പം അത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുവാണ്. ഏലക്കാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ആ പാനിയെ ഒന്ന് 1/3 കൺസിസ്റ്റൻസി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് കുറുക്കരുത്, പാകം തെറ്റിപ്പോകരുത്. നമ്മൾ സ്പൂണും കൊണ്ടോ അല്ലെങ്കിൽ സ്പാറ്റിലയും കൊണ്ടോ നമ്മൾ ആ പാനി കോരി മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ അവസാനം വരുന്ന സ്പൂണിൽ നിന്ന് ലാസ്റ്റ് വീഴുന്ന ആ ഒരു ഡ്രോപ്പ് ഉണ്ടല്ലോ, ആ പഞ്ചസാര പാനിയുടെ ആ തുള്ളി, അത് കാണുമ്പോൾ അറിയാം അതിനകത്ത് ഇങ്ങനെ പതിയെ വീഴുള്ളൂ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ശരിക്കും ഒരു 1/3 കൺസിസ്റ്റൻസി കിട്ടും. ആ സമയമാകുമ്പോൾ അപ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ കാഷ്നട്ട് പൗഡർ ചേർക്കണം. ഇപ്പോൾ കാഷ്നട്ട് പൗഡർ നമ്മൾ പഞ്ചസാര പാനിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ തന്നെ അതെല്ലാം കൂടി ചേർന്നിട്ടൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ലൂസായിട്ട് വരും. ഇപ്പോൾ അത് ലൂസായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ വെച്ച് ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കണം, പഞ്ചസാര പാനിയും കാഷ്നട്ട് പൗഡറും എല്ലാം. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് ആ സൈഡിൽ നിന്നെല്ലാം വിട്ട് വരാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു ചൂടിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കി ഇളക്കി അതിൻ്റെ ചൂടൊന്ന് മാറ്റണം. കുറച്ച് നെയ്യ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ട് കൈയിലും ആ നെയ്യ് കുറച്ചൊന്ന് എടുത്ത് രണ്ട് കൈയിലും തേച്ചിട്ട് വേണം നമുക്ക് കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് രണ്ട് പാർട്ടാക്കുവാണ്. ഞാൻ ഒരെണ്ണം കുറച്ച് കൂടുതലുണ്ട്, ഒരെണ്ണം കുറച്ച് കുറവാണ്. അപ്പോൾ ആ കുറവ് ഭാഗത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് കുറച്ച് വീതം എടുത്ത് ഓരോരോ ബോളാക്കി എടുക്കണം. ഒരു നെല്ലിക്കയുടെ സൈസിലുള്ള ബോളാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള കാഷ്യൂനട്ടിൻ്റെ ആ പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. നമ്മൾ പിടിക്കൊക്കെ ഉരുട്ടണ പോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കുക. അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ചെറിയ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുത്തുകളുടെ ആ ഒരു സൈസ് മതി. അപ്പോൾ അങ്ങനെ കുറച്ച് ബോൾസ് ഞാനിപ്പോൾ ഉണ്ടാക്കി. നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ച ആ ബോൾ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ആ ബോളിലേക്ക് നമ്മൾ ചെറിയ ബോൾസ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. അത് ആ ബോൾ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ചെറിയ ബോൾസ് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ചെറിയ ബോൾസ് വലിയ ബോളിൽ ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് നെയ്യ് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് നെയ്യൊന്ന് അപ്ലൈ ചെയ്യുക ആ വലിയ ബോളിലേക്ക്. എന്നിട്ട് പിന്നെ അങ്ങ് ഒട്ടിച്ചാൽ മതി ചെറിയ ബോൾ. അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടി വന്നോളൂ. അപ്പം ഇങ്ങനെ വേണം അത് ഒട്ടിക്കാനായിട്ട്. അത് ഒട്ടിച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ചെറിയ ബോൾസ് എല്ലാം വലിയ ബോളിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബോൾസും ചെയ്യണം. ഇപ്പോൾ ലാസ്റ്റ് ബോൾ ആയപ്പോഴത്തേക്ക് എനിക്ക് ആ ചെറിയ ബോൾസ് കുറച്ച് കുറവ് തോന്നി. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച ആദ്യം 9 ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിനകത്ത് ഒരു ബോളും കൂടി എടുത്തിട്ട് ആ ബോളിൽ നിന്നും കൂടെ ചെറിയ ബോൾസ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അങ്ങനെ 8 എണ്ണമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ.
ഇനി സീതപ്പഴത്തിൻ്റെ കളർ കിട്ടാനായിട്ട് അല്ലെങ്കിൽ കസ്റ്റർഡ് ആപ്പിളിൻ്റെ കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ജെൽ കളർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളർ. 2-3 ഡ്രോപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ബ്രഷും ഉണ്ട്. ബ്രഷ് വെച്ചിട്ടും ചെയ്യാം. നമുക്കിങ്ങനെ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബോൾ എടുത്ത് വയ്ക്കുക. എന്നിട്ട് കളർ ചെയ്യുക. അതിൻ്റെ എല്ലാ വശത്തും ഒരേപോലെ വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി. കളർ ഒത്തിരി ഡാർക്ക് ആക്കരുത്. അപ്പോൾ അതങ്ങനെ കളർ ചെയ്തിട്ട് ഒരു ആത്തച്ചക്കയുടെ ഷേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ആ സ്വീറ്റ്. ഇനി ഇതേപോലെ തന്നെ ബാക്കി ബോൾസും ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ബ്രഷും കൊണ്ട് ഇത് കളർ ചെയ്യുമ്പോൾ കുറച്ച് താമസം എടുക്കും, കുറച്ച് അധികം കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും കളർ ആവാണ്ടിരിക്കാനായിട്ടാണ് അങ്ങനെ ബ്രഷും കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒത്തിരി ബൾക്കായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ബേക്കറിയിൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളം കൈയിലേക്ക് ആ കളർ കുറച്ചെടുത്ത് ഒന്ന് ബ്രഷ് ചെയ്യും, അല്ലെങ്കിൽ കയ്യിലൊന്ന് പരട്ടും. എന്നിട്ട് ഇത് 2 കൈയിലേക്കും കൂടെ ആക്കും. 2 ഉള്ളം കൈയിലേക്ക് ആക്കിയിട്ട് ഈ ബോൾ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വീറ്റ് എടുത്തിട്ട് അതൊന്ന് കൈയും കൊണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ ആ കളർ അതിലേക്ക് നല്ലതുപോലെ പിടിക്കും. ഇത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കളറാവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ജെൽ കളർ ആകുമ്പോൾ പെട്ടെന്ന് പൊക്കോളും, കയ്യിലൊട്ടി അങ്ങനെ പറ്റിപ്പിടിച്ചൊന്നും ഇരിക്കില്ല. കൈ കഴുകുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി, നല്ല ബ്രാൻഡഡ് കളർ തന്നെ വാങ്ങിക്കണം. ഇനി ആത്തച്ചക്കയ്ക്ക് ഒരു ഞെട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഞെട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രാമ്പുവാണ് വയ്ക്കുന്നത്. ആ ഗ്രാമ്പു ഒരെണ്ണം അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു ആത്തച്ചക്കയുടെ ഷേപ്പിലായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു രസമാണ് ഇതിനെ ഉണ്ടാക്കാനായിട്ട്, എളുപ്പവുമാണ്, അധികം മധുരമൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്.